അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൊള്ളുന്നത്. സെക്സ് റിവേഴ്സൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ശ്രമിക്കുന്നവർ വളരെ കഷ്ടത്തിലൂടെ കടന്നു, ഒരിക്കലും വിജയിക്കത്തില്ല. ഒരു കുഞ്ഞിനാണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ പഠിപ്പിച്ച് ശരിക്കുള്ള അമേരിക്കൻ തലമുറ വഴിതെറ്റി തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്ക് വിയോജിപ്പ് തോന്നുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഭാരതീയൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കും നമുക്ക് വിയോജിപ്പ് തോന്നാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് അവകാശമുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അകാലത്തിൽ എന്നവണ്ണം സംഭവിച്ച ചാർലി കിർക്കിൻ്റെ മരണം സൃഷ്ടിച്ച റിപ്രക്കഷൻസ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിലച്ചിട്ടില്ല. പെട്ടെന്ന് ആ തുടർ ചലനങ്ങൾ നിർവീര്യമാകും എന്നും എനിക്ക് തോന്നുന്നില്ല. ചാർലി ഒടുവിലായി അഭിമുഖീകരിച്ച ഒരു ചോദ്യം ഒരു ട്രാൻസ്ജെൻഡർ ഷൂട്ടറിനെ കുറിച്ചുള്ളതായിരുന്നു. ഉത്തരം പറഞ്ഞ് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ മുഴുമിപ്പിക്കാനായില്ല. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് തുളഞ്ഞ് ഒരു വെടിയുണ്ട പാഞ്ഞുപോയി. ആ വെടി ഉതിർത്തത് ഒരു ട്രാൻസ്ജെൻഡറിനോടൊപ്പം താമസിക്കുന്ന ഒരു 22 വയസ്സുകാരനായിരുന്നു എന്നതാണ് വിചിത്രമായ വസ്തുത. ഒട്ടേറെ ചോദ്യങ്ങൾ ലോകമാസകലമുള്ള മനുഷ്യ മനസ്സുകളിൽ ആ മരണം കൊണ്ടുവന്നിട്ടുണ്ട്. ചാർലി കിർക്കിൻ്റെ ഫ്യൂണറൽ മെസ്സേജ് നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വളരെ വാചാലമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ക്രൈസ്തവ സമൂഹത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിരുന്നു സ്തേഫാനോസ് കൊല്ലപ്പെട്ടപ്പോൾ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്നാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും ചാർലി കിർക്കും മരിച്ചപ്പോൾ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് ഭവനത്തിലേക്ക് തന്നെ സ്വീകരിച്ച് കാണും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ ഒരു രക്തസാക്ഷി മരണം എന്ന് പരിഗണിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇപ്പം നമ്മൾ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ രക്തസാക്ഷിത്വവും ഇതുമായിട്ടൊക്കെ താരതമ്യപ്പെടുന്ന ഇത് വാസ്തവത്തിൽ ഒരേ കാറ്റഗറി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ച് അവരുടെ രോഗം മാറ്റുകയും അങ്ങനെ ക്രൈസ്തവ സ്നേഹം അനേകരെ അറിയാനായിട്ട് പ്രവർത്തിച്ച ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കുറേ കൂടെ വൈഡ് സ്പ്രെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കയിലെ സർവ്വ യുവത്വത്തെയും വീണ്ടും തിരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തനമായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരു ദൈവിക ശുശ്രൂഷ തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ കാലത്ത് പല പുതിയ ഫിലോസഫിക്കൽ തത്വശാസ്ത്രപരമായിട്ടുള്ള പല ആശയഗതികൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടൊക്കെ ദൈവത്തെ വേണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ് ലോകം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഡിസ്ട്രസ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഏത് ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിയാലും മാനവജാതി കൂടുതൽ പ്രശ്നങ്ങളെ നേരിടുക. ഇപ്പം സൂയിസൈഡ് റേറ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കുടുംബങ്ങൾ തകരുന്ന നോക്കിയാൽ, കുടുംബങ്ങൾ തകരുന്ന മുഖാന്തരം അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ക്രിമിനൽസായി മാറുന്നു നോക്കിയാൽ, ഇങ്ങനെ വിവിധ മേഖലകളിൽ സമൂഹം തന്നെ തകർന്നുകൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നത് ആത്മീകമായിട്ട് വലിയ നഷ്ടം മാനവജാതിക്ക് ഉണ്ടാക്കുന്നുള്ളതിന് പുറമെ സാമൂഹികമായിട്ടും വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. രാജ്യത്തിന് തന്നെ ഈ തലമുറ ഒരു ബേർഡൻ ആയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ അടുത്ത തലമുറയ്ക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ താല്പര്യമില്ല. അവർ ജീവിതത്തിൽ നല്ല തലത്തിൽ എത്തുന്നില്ല. അവരുടെ കുടുംബജീവിതങ്ങളൊക്കെ തകരുക. പലരും ഡ്രഗ്സും ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭയം പ്രാപിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഇന്ത്യയിലും ഏകദേശം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ അല്പം പുറകിലായിരിക്കാം ആ കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ തിരിച്ച് ദൈവിക വഴിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആത്മീകവും സാമൂഹികവും മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും മാനസിക ജീവിതത്തിലുമൊക്കെ ശാന്തി നൽകുന്ന ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊരു രക്തസാക്ഷിത്വം തന്നെയാണെന്നാണ് എൻ്റെയും ചിന്ത. ഓക്കെ. ഈ ചാർലി കിർക്കിൻ്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ആശയങ്ങൾ ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് യുവജന സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ അങ്ങനെയുള്ളവയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാം? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവത ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പോവുക വഴി നന്മയിൽ നിന്നും സമാധാനത്തിൽ നിന്നും ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിൽ നിന്നൊക്കെ ഓടി ഒളിക്കുക. വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു
ഡിസ്ട്രസ്സ് നേരിടുന്ന ഒരു തലമുറയായിട്ടാണ് ഇന്നത്തെ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹ്യൂമനിസം വലിയൊരു പ്രശ്നമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. ഞാൻ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. ഇഫ് ഐ ഡോണ്ട് ഹാവ് എനിബഡി എൽസ്, ഐ എം നോട്ട് കമ്മിറ്റിങ് എനി മിസ്റ്റേക്ക് നോർ സിൻ. അതുപോലെ തന്നെ മറ്റൊരാളുടെ അനുവാദത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല. ഇഫ് ഐ ഡു സംതിങ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് സംബഡി എൽസ്, ദർ ഇസ് നോ എറർ ഇൻ ദാറ്റ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ സമൂഹം എന്തും ചെയ്യാനുള്ള അവകാശമാണ്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അബോർഷന് വേണ്ടിയുള്ള അവകാശവാദം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണാം. എൻ്റെ വയറിൽ ജനിച്ച, എൻ്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് അവകാശമുണ്ട്. അത് വിവാഹത്തിന് മുമ്പായാലും വിവാഹത്തിന് ശേഷമായാലും എന്നാണ് ഇന്നത്തെ യുവ തലമുറ അവകാശപ്പെടുന്നത്. എൻ്റെ ഹ്യൂമൻ റൈറ്റാണത്, എൻ്റെ മാനവിക അവകാശമാണത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം തന്നെ ഈ കാര്യത്തിന് വേണ്ടി ഒരുപാട് വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ജനിക്കുമ്പം തന്നെ ജീവൻ ലഭിക്കുന്ന ഒരു കുഞ്ഞ് ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ കുഞ്ഞാണ്. അതിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു കൊലപാതകം തന്നെയാണ് വാസ്തവത്തിൽ. ജനിക്കുമ്പം തന്നെ വാസ്തവത്തിൽ അതിന് ഹ്യൂമൻ റൈറ്റ് കിട്ടുക. അപ്പോൾ എൻ്റെ ഹ്യൂമൻ റൈറ്റിൻ്റെ പേരിൽ ഞാൻ ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഹ്യൂമൻ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് അതിൽ കാണുന്നത്. ഈ ചാർലി കിർക്ക് പറയുന്നത് അബോർഷൻ എന്ന് പറയുന്നത് ഹോളോകാസ്റ്റിനേക്കാൾ ഭീകരമായിരുന്നു എന്നാണ്. ഹോളോകാസ്റ്റിൽ 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. എന്നാൽ ഒരു വർഷം 73 കോടി അല്ലേ, അതെ, അത്രയും പേര് ഫീറ്റൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗർഭഛിദ്രം സംഭവിക്കുന്നുണ്ടെന്നാണ്, ഭ്രൂണഹത്യ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സാധാരണ ചെയ്യുന്ന രീതികൾ ഉണ്ടല്ലോ, പല രീതികൾ. ഒരു രീതി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. സ്പൈനൽ കോഡിലേക്ക് ഒരു സ്പൈനൽ ഫ്ലൂയിഡായിട്ട് വിഷദ്രാവകം കുത്തിവെക്കുന്നു. അപ്പോൾ ഈ കൊച്ചുകിടന്ന് വല്ലാതെ ഞെളിപിരി കൊണ്ട് പരവേശപ്പെട്ട് ഒടുവിൽ ശ്വാസം മുട്ടി ശ്വാസം കിട്ടാതെ മരിക്കുന്നു. അപ്പോൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൊലപാതകമാണ്. അപ്പോൾ ഒരു കൺസെപ്ഷൻ്റെ സ്റ്റേജിൽ തന്നെ ഒരു ശിശുവാണ്, ഒരു ഹ്യൂമൻ റൈറ്റ് ഉള്ളൊരു ശിശുവായിട്ട് ജനിക്കും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിശുവായിട്ട് ജനിക്കുന്നു. അപ്പോൾ ആ ശിശുവിനെ കൊല്ലുക എന്നുള്ളതാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു ഇത്തരം ഇതിനോട് സമൂഹത്തിലെ പല പ്രബലമായ പല കാര്യങ്ങളോട് വിയോജിപ്പുള്ള പല കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു? അദ്ദേഹം LGBTQ കുറിച്ച് വളരെയധികം സ്ഥലങ്ങളിൽ സംവാദിച്ചിട്ടുണ്ട്. LGBTQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ, ഇതുപോലുള്ള ക്യൂർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെയും സമൂഹം ഉൾക്കൊള്ളണം. അത് അവരുടെ അവകാശമാണ്. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ സ്വീകരിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനും തമ്മിലുള്ള ബന്ധം. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷനായി ജനിച്ച ഒരാൾ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അതിനനുവദിക്കണം. സ്ത്രീയായിട്ട് ജനിച്ച ആൾ പുരുഷനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനനുവദിക്കണം എന്നൊക്കെ പറയുന്ന ഈ തത്വ ചിന്തകൾക്കൊക്കെ അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞിരുന്ന കാരണം, മനുഷ്യന് 2 ജെൻഡറേ ഉള്ളൂ, ഒന്ന് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. വാസ്തവത്തിൽ നമ്മൾ സാധാരണ പറയുന്ന നപുംസകം, ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത് പോലും, യൂനക്ക് എന്ന് പറയുന്ന കാറ്റഗറി പോലും അതൊരു അബറേഷനാണ്. അല്ലാണ്ട് ഒറിജിനലായിട്ടുള്ള ശരിക്കും സൃഷ്ടിക്കപ്പെട്ട ഒരു സെക്സ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ജെൻഡറേ ഉള്ളൂ, 2 സെക്സേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. അത് വളരെ ശരിയുമാണ്, ബയോളജിക്കലി അത് വളരെ ശരിയാണ്. അപ്പം ഒരു ജെൻഡറിൽ അല്ലെങ്കിൽ ഒരു സെക്സിൽ അല്ലെങ്കിൽ ഒരു ലൈംഗികമായിട്ട് പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ ജനിച്ച ഒരാൾ പിന്നീട് അത് മാറ്റുക എന്ന് പറയുന്നത്, ഒന്ന്, ആ സൃഷ്ടിയുടെ പുറകിലുള്ള പർപ്പസിനെ ചോദ്യം ചെയ്യുക. 2, അതൊരിക്കലും പ്രായോഗികവുമല്ല. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറിന് ഒരിക്കലും ഒരു പുരുഷന് സ്ത്രീയായി മാറാനും സ്ത്രീക്ക് പുരുഷനായി മാറാനും കഴിയത്തില്ല. മാത്രമല്ല, ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർ, സെക്സ് റിവേഴ്സൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ശ്രമിക്കുന്നവർ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, ഒരിക്കലും വിജയിക്കത്തുമില്ല. അവരിൽ പലരും വളരെ ഡിപ്രഷനിലും വളരെ പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വാസ്തവത്തിൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമേ അല്ല, മറിച്ച് ഇത് റിബല്യനുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇവർ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്നാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ വ്യക്തി ഇന്ന് ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഒരാളിങ്ങനെ ഒരു സെക്സ് റിവേഴ്സൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 4 ലക്ഷം രൂപ സ്റ്റേറ്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് ഞാനും കൂടെ കൊടുക്കുന്ന ടാക്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മറ്റാർക്കും ഉപദ്രവമില്ല, വ്യക്തി സ്വാതന്ത്ര്യമാണെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിധേയരാകുന്നവരൊക്കെ പലപ്പോഴും സമൂഹത്തിനൊരു ഭാരമാണ്. അവരെ കൊണ്ട് ലഭിക്കേണ്ട ആ പ്രയോജനം സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ സെക്സ്,
വിവാഹത്തിന് മുമ്പുള്ള സെക്സ്, വിവാഹത്തിന് ശേഷമുള്ള വിവാഹ ഇതര സെക്സ്, ലൈംഗികത, ഇതിനൊക്കെ അദ്ദേഹം വളരെ എതിരായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്കയിൽ തന്നെ 50%-ലധികം കുടുംബങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുക, വിവാഹമോചനത്തിൽ അവസാനിക്കുക. മാത്രമല്ല അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ് ക്രിമിനൽസായിട്ട് മാറുന്നതിൽ 80%-ലധികം എന്നാണ് അമേരിക്കയിലെ പഠനങ്ങൾ, സോഷ്യോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സമൂഹത്തിനൊരു ബാധ്യത തന്നെയാണ്. അപ്പം അതിനൊക്കെ എതിരെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. മാത്രമല്ല ഇതുപോലുള്ള മറ്റ് അനേക ടെൻഡൻസികൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വളരെ വിചിത്രപരമായൊരു കാര്യം, അദ്ദേഹം അവസാനമായിട്ട് അഭിമുഖീകരിച്ച ചോദ്യം ഒരു ട്രാൻസ്ജെൻഡർ ഷൂട്ടറിനെ കുറിച്ചുള്ളതായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കരോട്ടിഡ് ആർട്ടറിയിൽ കൊള്ളുന്നത്. അത് വെടിവെച്ച ടൈലർ റോബിൻസൺ, അദ്ദേഹം കുറേ വർഷങ്ങളായിട്ടൊരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത നമുക്ക് തോന്നുന്നുണ്ട്. അതെ. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒരു പക്ഷേ അനേകരെ പ്രകോപിപ്പിച്ച ഒരു കാര്യം, ഈ ട്രാൻസ്ജെൻഡർ റൈറ്റ് ഒക്കെ ഈ ട്രംപിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ് അമേരിക്കയിലും കാനഡയിൽ ഇപ്പോഴും ഒക്കെ ഏതോ വലിയ ഒരു കാര്യമായിട്ട് വേദവാക്യം പോലെ ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞിനാണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ആളുകളെ കൺഫ്യൂഷനിലേക്ക് തള്ളിവിടുക. പലരും സെക്സ് റിവേഴ്സൽ ഓപ്പറേഷന് വേണ്ടി നടക്കുക. ചിലർ ശരിക്കും അങ്ങനെയുള്ള ആഗ്രഹം ഇല്ലാത്തവർ പോലും അഭിനയിച്ച് പുരുഷൻ സ്ത്രീയുടെ ബാത്റൂമിൽ കയറുക, സ്ത്രീ പുരുഷൻ്റെ ബാത്റൂമിൽ കയറുക, ഇങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഡ്രഗ് അബ്യൂസിനെതിരെയും ശക്തമായിട്ട് പ്രവചിച്ചു. അതെ, ഡ്രഗിനെതിരെ അദ്ദേഹം വളരെയധികം ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന്, ഡ്രഗ് നമുക്കറിയാം ബോധമുള്ള ഒരു മനുഷ്യൻ്റെ ബോധം നശിപ്പിച്ചിട്ട് ബോധക്കേട് കാണിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ അമേരിക്കയുടെ അടുത്ത തലമുറയെയും തകർത്തുകൊണ്ടിരിക്കുക. അടുത്ത ഒരു തലമുറ ഡീവിയൻ്റായിട്ട് മാറി. വാസ്തവത്തിൽ അമേരിക്കയിൽ ഇന്ന് കാണുന്ന പ്രോസ്പെരിറ്റിക്കൊക്കെ കാരണം അവിടെ ചെല്ലുന്ന മൈഗ്രൻസാണ്. ശരിക്കുള്ള അമേരിക്കൻ തലമുറ വഴിതെറ്റി തകർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിൽ നിന്ന് അകലുന്നത് നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വിഷനായിരുന്നു വാസ്തവത്തിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരെ. അതുപോലെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, വേദപുസ്തകത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളും കൂടുതൽ ഊന്നൽ കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം തുടങ്ങിയപ്പോഴത്തേക്കാളൊക്കെ ഒരുപാട് ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് കാണാം. ഒരു പക്ഷെങ്കിൽ ആദ്യകാലത്ത് താൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ആ അവബോധങ്ങൾ തൻ്റെ ജീവിതത്തിൽ എന്നും പഠനവിധേയമാക്കി അത് സാംശീകരിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. അവസാന കാലത്തൊക്കെ മനുഷ്യർ ബൈബിളിലേക്ക് തിരിച്ചു വന്നാലേ രക്ഷയുള്ളൂ, അവരുടെ ആത്മീകവും ഭൗതികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നുള്ള അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഭാരതത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിൽ നടന്ന പല കാര്യങ്ങളിലെ ഒരു അംശം മാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രയോ വല്ലാത്ത വൈകൃതങ്ങളാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഇത്ര ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടെ പറയുക എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റും. തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ഒരു സുവോളജി വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ സുവോളജി അധ്യാപകനുമായിരുന്നു അതിനുശേഷം. അപ്പം ഞാൻ പഠിച്ചിരുന്നപ്പം 10 വിദ്യാർത്ഥികളാണ്. അതിൽ 9 പേരും പരിണാമവാദികളും ഇങ്ങനെയുള്ള ആധുനിക ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ദൈവ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ടീച്ചറും ബാക്കിയുള്ളവരുടെ കൂടായിരുന്നു, അവരുടെ ആശയം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ്. കാരണം നമ്മളെ ഒരു പഴഞ്ചനായിട്ടും ഏതോ ഭൂതകാലത്തിൽ ജീവിച്ചിരിക്കേണ്ട 200 വർഷം മുമ്പേ ജീവിച്ചിരിക്കേണ്ട ഒരുവൻ ഇന്ന് വന്ന് ജീവിക്കുന്നതാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ തന്നെ കാണുന്നത്. ശാസ്ത്രവിരോധി, അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന ആൾ, അന്ധവിശ്വാസി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ ചെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര കൺവിക്ഷനുള്ള, ഹൃദയത്തിൽ അത്ര ഉറപ്പുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആശയങ്ങൾ പഠിപ്പിക്കും. അദ്ദേഹം യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അനേക യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് പരിപാടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 1-2 പേരേ ഉള്ളൂ ആ മുഴുവൻ ആ അരീനയിലും ആകപ്പാടെ ദൈവവിശ്വാസി അല്ലെങ്കിൽ ശരിക്കും മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്നവർ. ഈ കാലത്ത് കാണുന്ന ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങളിൽ നകന്നു നിൽക്കണമെന്ന് പറയുന്നവരായിട്ട് അവർ 2-3 പേരെ കാണത്തുള്ളൂ.
ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ, ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ, മാത്രമല്ല നമ്മളെ അപരിഷ്കൃതരായിട്ടും ശാസ്ത്രവിരോധികളുമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ സത്യം പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലേക്കാളുമൊക്കെ അനേകം മടങ്ങ് ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം അതിൽ വിജയിച്ചു. അനേക യുവജനങ്ങൾ ഇന്ന് അമേരിക്കയിൽ ഒരു ട്രെൻഡ് തന്നെയാണ് തിരിച്ച് ദൈവികതയിലേക്കും ബൈബിളികതയിലേക്കും മടങ്ങി വരിക എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന മറ്റൊരു ചോദ്യം. അതായത് അമേരിക്കയിലെ യുവസമൂഹം ലോകമാസകലം, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള യുവസമൂഹം ഇത് മനസ്സുകൊണ്ട് മടുത്തു പോയൊരു സാഹചര്യത്തിലേക്ക്, ഇതിൻ്റെ ഈ പെർവേർഷൻസിൻ്റെ ഒക്കെ ഒരു സെനത്തിലെത്തി അവിടെ നിന്നൊരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഈ ടേണിംഗ് പോയിന്റ് അതിൻ്റെ ഒരു സൂചനയായിട്ട് എടുക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള പെർവേർഷൻസ് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രത്തെ തന്നെ നോക്കിയാലും നന്മയല്ല, തിന്മയാണ് ഉണ്ടാക്കുന്നത്, അസമാധാനമാണ് ഉണ്ടാക്കുന്നത്, കുടുംബ തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു താൽക്കാലികമായ സുഖവും സംതൃപ്തിയൊക്കെ കൊടുക്കുമെങ്കിലും ഇതിൻ്റെ ആ അനുഭവത്തിൻ്റെ ആഴം അങ്ങോട്ട് കുറഞ്ഞു കഴിയുമ്പോൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഇതിലേത് കാര്യം ചെയ്യുന്നവരാണെങ്കിലും അവരെ വലിയ അസമാധാനത്തിലേക്കും ഗിൽറ്റിലേക്കും ഒക്കെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ ഇതൊരു അടിമത്തം പോലെയോ അഡിക്ഷൻ പോലെയുമാണ്, അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഇതുപോലെയൊരു ശക്തമായ സംഘടനയും ഒരു ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്ന നല്ലൊരു സംഘടനയും അതിന് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലീഡറും വളരെ നല്ലൊരു മെതേഡോളജി അദ്ദേഹം അപ്പോളജറ്റിക്സ് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിരുന്നു. അവരുടെ തന്നെ ആശയഗതിയെ എടുത്ത്, എതിരാളികളുടെ ആശയഗതിയെ എടുത്ത് വിശകലനം ചെയ്ത് അവർ പറയുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അനേകരെ ശരിയായിട്ടുള്ള വഴിയിലേക്ക് വരാനായിട്ട് ഇടയായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്ക് വിയോജിപ്പ് തോന്നുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഭാരതീയൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കും നമുക്ക് വിയോജിപ്പ് തോന്നാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻസ്, അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ നോക്കിയാൽ അതിൽ രാഷ്ട്രീയമായ വിഷയങ്ങളുണ്ട്. അദ്ദേഹം ഒരു റിപ്പബ്ലിക്കനായിരുന്നു. അപ്പം പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് പല അഭിപ്രായങ്ങളുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അമേരിക്കൻ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പലപ്പോഴും നമുക്ക് ബാധകമേ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആത്മീയ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആത്മീയമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ബൈബിളിൻ്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിലുള്ള ചില കാര്യങ്ങളുമായിട്ട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യക്കാരെ നിയമപരമായിട്ട് പോലും അമേരിക്കയിലേക്ക് വരാനായിട്ട് ഇമിഗ്രൻസ് ആയിട്ട് വരാൻ അനുവദിക്കരുത് എന്നുള്ളൊരു വ്യൂ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളിലും ഇന്ത്യക്ക് വിരോധമാണോ എന്ന് തോന്നുമാറ് ഉള്ള ചില ആശയഗതികൾ അദ്ദേഹം പറഞ്ഞു. എന്നാൽ നമ്മൾ കൂടുതൽ അടുത്ത് വിശകലനം ചെയ്താൽ അതൊരു അവരുടെ മാത്രമായ ലോകത്തിൽ ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കണം. കാരണം അതൊരു ഇന്ത്യ വിരുദ്ധതയല്ല, മറിച്ച് അവിടുത്തെ തലമുറ നേരിടുന്ന പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്നുള്ളത് ചിന്തിച്ചപ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വിഷയങ്ങളോട് പ്രതികരിച്ച സമയത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. അതായത് ഇപ്പം ഈ വിസയുടെ കാര്യം ഇപ്പം വന്നപ്പം തന്നെ ഈ H1 വിസ വന്നപ്പോൾ അതിനകത്ത് 70% ഇന്ത്യക്കാർക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ IT സെക്ടറിലൊക്കെ 70% ജോലി ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നു എന്നാണ്. അമേരിക്കൻ യുവത അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുക. ഒരു വശത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ അവരെ പുറമോട്ട് തള്ളുക, മറുവശത്ത് അവർക്ക് ജോലി കിട്ടാനും സാധ്യതയില്ല. അത് കൂടുതൽ ഡിസൊല്യൂഷൻമെൻറ്റും കൂടുതൽ വിഷമത്തിലേക്കും ട്രോമയിലേക്കും അവരെ കടത്തിവിടുക. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ അമേരിക്കക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി വെളിയിലുള്ളവർ ഇങ്ങോട്ട് വരുന്ന ഒഴിവാക്കണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ഇന്ത്യ വിരുദ്ധതയല്ല, മറിച്ച് അവിടുത്തെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അതുപോലെ തോക്ക് ഉപയോഗിക്കുന്നതിന്, ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് അദ്ദേഹം അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില വ്യൂസ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തോക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ളത്. അദ്ദേഹം അത് കാണുന്നത് ഈ രണ്ടാം ഭരണഘടനാ ഭേദഗതി വഴിയാണല്ലോ ഈ ഭരണഘടനാ വിധാതാക്കൾ ആ കാലത്ത് തന്നെ ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമാണ്. ആ ഭരണഘടന കൊടുക്കുന്ന അവകാശം അദ്ദേഹം ദൈവം കൊടുത്തൊരു അവകാശമായിട്ടാണ് കാണുന്നത്. അതാരും എടുത്തു മാറ്റാൻ പാടില്ല എന്നൊരു വ്യൂ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ ഗവൺമെൻറ്റിന്, സർക്കാരിന് തോക്കുണ്ട്. അപ്പം സർക്കാരിൻ്റെ മുന്നിൽ തോക്കില്ലാത്ത
ഒരു ശക്തിയുമില്ലാത്തവരായിട്ട് ജനത നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിന്നാൽ സർക്കാർ ഏകാധിപതികളാകും, ടൈറൻസായി മാറും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആർഗ്യുമെൻറ്റ്. ഈ ആർഗ്യുമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റാണ്. അപ്പം നമ്മളത് അതുപോലെ എടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളല്ല. കർത്താവ് തന്നെ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ. അപ്പം അങ്ങനെ ഒരു ആശയം, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ആശയം കടമെടുക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. രണ്ടാമത്, ഈ ലോകം ഒരു ഫോളൻ വേൾഡാണ്. അപ്പം ഇങ്ങനെയുള്ള പാപത്തിൽ ആണ്ട് ജീവിക്കുന്ന തലമുറയുടെ കയ്യിൽ തോക്ക് കിട്ടിയാൽ അവരത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആർക്കും ലഭിക്കാവുന്ന ഒരവസ്ഥ സംജാതമാക്കാനായിട്ട് പാടില്ല. മറിച്ച് ഏതെങ്കിലും പോലീസുകാർക്കോ അല്ലെങ്കിൽ കാവൽക്കാർക്കോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. ജീവിതത്തിൽ വലിയ ത്രെട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേക പരിഗണന വെച്ച് അങ്ങനെയുള്ളവർക്കും എല്ലാം കൊടുക്കുക എന്നുള്ളതിലുപരി എല്ലാവരുടെയിലും തോക്കെത്തിക്കുക, ലൈസൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ ഐഡിയോളജി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, അത് കാരണം അമേരിക്കയിൽ അനേകർ കൊല്ലപ്പെടുന്നുണ്ട് ഓരോ വർഷവും. ഞാൻ എറിക്കയിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണ്. എറിക്കയുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ചാർലിക്ക് ഒരു മോട്ടോ ഉണ്ടായിരുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ള ഒരു പ്രസ്താവനയാണ് അതിൻ്റെ പിന്നിലുള്ളത്. എല്ലാ റോഡുകളും റോമിലേക്ക് അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയും ആത്യന്തികമായ രക്ഷ നേടിയാൽ മതി എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാനസികമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഞാൻ അതും ചാർലിയുടെ വളരെ പ്രധാനപ്പെട്ട ചില പഠിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ വോക്ക് കൾച്ചറിന് ഭയങ്കര എതിരായിരുന്നു. അതെ, വോക്കെന്ന് പറഞ്ഞാൽ വെയ്ക്കണം എന്നുള്ള ഒരു ആഫ്രിക്കൻ യൂസേജിൽ നിന്ന് വന്ന വോക്ക് കൾച്ചർ. അത് പക്ഷേ ലോകം മുഴുവന് ഒരു ഇടതുപക്ഷ ചിന്താഗതിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിലുള്ളതാണ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് പോകണം. പ്ലൂറലിസത്തിൻ്റെ പ്രിൻസിപ്പിളൊക്കെ, ബഹുസ്വരതയുടെ തത്വം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ സത്യവും ശരിയാണ്, നിൻ്റെ സത്യവും ശരിയാണ്, എൻ്റെ സത്യവും ശരിയാണ്, എല്ലാവരെയും സ്വീകരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം, ഇൻക്ലൂഷൻ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഈ വോക്ക് കൾച്ചറിനെ അദ്ദേഹം വളരെയധികം എതിർത്തിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, സത്യത്തിന് എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. അതായത് രണ്ടും എത്രയെന്ന് ചോദിച്ചാൽ ഒരു ശരി ഉത്തരമേ ഉള്ളൂ, 4 എന്നുള്ളത്. സമയത്ത് തെറ്റുത്തരങ്ങൾ ധാരാളമുണ്ട്. മൈനസ് തൊട്ട് നമുക്ക് അങ്ങ് പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻഫൈനൈറ്റ് ഉത്തരങ്ങളുണ്ട്, തെറ്റുത്തരങ്ങൾ ധാരാളമുണ്ട്. അപ്പം സത്യത്തോടുള്ള ബന്ധത്തിൽ ശരിയുത്തരം ഒന്നേ ഉള്ളൂ. അപ്പം യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ള അദ്ദേഹം പഠിപ്പിച്ച കാര്യം വാസ്തവത്തിൽ യുക്തിസഹമായിട്ടും റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്, അതായത് തെളിവുകളോടുകൂടെ ദൈവമാണ് വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ബൈബിളിലെ സ്ക്രിപ്ചറിൻ്റെ വെളിച്ചത്തിൽ അതാണ് സത്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുക്തിസഹമായിട്ടും റിവീൽഡ് വെളിപ്പെടുത്തപ്പെട്ട വചനമനുസരിച്ചും അത് സത്യമാണെന്ന് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം അത് പറയുന്നതിന് നമുക്കൊരു കുറ്റവും പറയാനായിട്ട് സാധിക്കത്തില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല, പാപമോചനമില്ല. കാരണം നമ്മൾ ദൈവത്തോട് മത്സരിച്ചവരാണ്. ദൈവത്തോടാണ് ലോകത്തിലെ മനുഷ്യർ മുഴുവൻ മത്സരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം ഒരു ട്രാഫിക്കിൽ ഒരു വണ്ടി വേറൊരു വണ്ടിയെ ഇടിച്ചു, അല്ലെങ്കിൽ ഒരു അടിപിടിയിൽ ഒരാളെ കുത്തുന്നു. ഈ കുത്തുകേസിലെ ശരിക്കുള്ള പരാതിക്കാരൻ സംസ്ഥാന സർക്കാരാണ്, കുത്തു കിട്ടിയവനല്ല. കുത്തു കിട്ടിയവൻ വെറും ഒരു സാക്ഷി മാത്രമാണ്. അതിൻ്റെ കേസ് നടത്തുന്നത് സർക്കാർ വക്കീല. കാരണം ഏത് തെറ്റും സർക്കാരിനെതിരെ, ക്രിമിനൽ കുറ്റവും സർക്കാരിനെതിരെയാണെന്നുള്ളതാണ് കൺസെപ്റ്റ്. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നടക്കുന്ന ഏത് പാപവും ഏത് തെറ്റും ദൈവത്തിനെതിരെയാണ്. എറ്റേണൽ ദൈവത്തിനെതിരെ, നിത്യനായ ദൈവത്തിനെതിരെയുള്ള, സർവശക്തനായ ദൈവത്തിനെതിരെയുള്ള, 100% സ്നേഹവാനായിട്ടുള്ള ദൈവത്തിനെതിരെയുള്ള എല്ലാ തെറ്റിനുമുള്ള ശിക്ഷ നിത്യശിക്ഷാവിധിയാണ്. അങ്ങനെ പറ്റത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിപ്പം ഒരു കുഞ്ഞിനെ അടിച്ചാൽ അതിനകത്ത് വലിയ കേസൊന്നുമില്ല, ഒരു നുള്ളു കൊടുത്തു വിടും. അതേസമയത്ത് പ്രധാനമന്ത്രിയെ ഒരാൾ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചാലോ വധശിക്ഷ തന്നെ കിട്ടിയെന്ന് വരും. ആർക്കെതിരെ ചെയ്യുന്നു എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെതിരെ ചെയ്യുന്ന തെറ്റുകൾക്ക് നിത്യശിക്ഷാവിധി തന്നെയാണ്. ഈ ലോകത്തിൽ കോടാനുകോടി ജനം ഇതുവരെ ജനിച്ച് ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇവരെല്ലാം പാപം ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ദശലക്ഷക്കണക്കിന് പാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഒക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എല്ലാം പാപമോചനം നേടിത്തരണമെങ്കിൽ നിത്യനായിട്ടുള്ള ദൈവം ഇവർക്ക് പകരമായിട്ട് മരിച്ച് ശിക്ഷ ഏറ്റെടുത്താലേ പറ്റത്തുള്ളൂ. കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള പാപമോചന മാർഗങ്ങളിൽ, അല്ലെങ്കിൽ മനുഷ്യർ പഠിപ്പിച്ചിട്ടുള്ള പാപമോചന മാർഗങ്ങളിൽ ശരിക്കും ഒരു പാപമോചന മാർഗമാകാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ, മോസ്റ്റ് സ്ക്രിപ്ചറൽ.
ആ സ്ക്രിപ്ചറിൽ തന്നെ 100% റിവീൽഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വചനമാണ്. ഞാൻ നേരത്തെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അന്ന് അനേകരത് കണ്ടതാ, ആ കാലത്ത് തന്നെ അത് എഴുതി വെച്ചതാ. ഇന്നത്തെ ചരിത്രകാരന്മാർ തന്നെ അന്നത്തെ ജനം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കണ്ടു, അവരത് വിശ്വസിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലി റിവീൽഡാണ്, ഈ ദൈവവചനം വെളിപ്പെടുത്തപ്പെട്ടതാണ്, അത് മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്ന. ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പാപമോചനത്തിൻ്റെ സത്യം എക്സ്ക്ലൂസീവാണ്, അതിൽ ഒരു ലജ്ജയും തോന്നേണ്ടതില്ല. അത് അവിടെയാണ് ക്രിക്കിൻ്റെ വിജയം. സത്യം സത്യമായിട്ട് എത്ര ഹോസ്റ്റൈലാണെങ്കിലും എത്ര അപരിഷ്കൃതരെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും ഇതാണ് സത്യമെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അനേകരെ ശരിക്കുള്ള പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നെങ്കിലും സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സത്യമെന്ന ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാൻ ചാർലി കിർക്ക് തയ്യാറായി. തീർച്ചയായിട്ടും. ചാർലി കിർക്കിൻ്റെ മെൻറ്റർ ഫ്രാങ്ക് ടുറെക് പറഞ്ഞതുപോലെ, ഇന്ന് ചാർലി സ്വർഗത്തിലായിരിക്കുന്നതിൻ്റെ കാരണം താൻ നല്ലൊരു ഭർത്താവോ പിതാവോ ആയിരുന്നു എന്നതുകൊണ്ടല്ല, ക്യാമ്പസുകളിൽ അനേകായിരം കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിച്ചതുകൊണ്ടല്ല, തൻ്റെ രക്ഷിതാവിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം അദ്ദേഹം അനുഷ്ഠിച്ചതുകൊണ്ടുമല്ല. രക്ഷകൻ അഥവാ യേശുക്രിസ്തു ചാർലിക്ക് വേണ്ടി ത്യാഗം ചെയ്തതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ത്യാഗം കാൽവരി ക്രൂസിലാണ് നമുക്ക് കാണാൻ ആവുന്നത്. നമുക്ക് അത് ഏറ്റെടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.